ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ രാജേഷ് കുമാർ. ഡയബറ്റിക്സും ദന്തപരിപാലനവും, ഡയബറ്റിക്സ് ആൻഡ് ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്, ഈ ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രമേഹമുള്ളവരിൽ, ഡയബറ്റിക്സ് ഉള്ളവരിൽ ഫസ്റ്റ് ലക്ഷണങ്ങൾ വായിൽ കാണുക അധികവും മോണയ്ക്കായിരിക്കും. മോണയുടെ ബലക്ഷയമാണ് ആദ്യമായി കാണുന്നത്. ഇതിനെ മോണവീക്കം, മോണപ്പഴുപ്പ് എന്ന് പറയുന്നു. പല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നു, പല്ലുകൾ ഇളകാൻ തുടങ്ങും. ചികിത്സയില്ലെങ്കിൽ കാലക്രമേണ പല്ലുകൾ കൊഴിഞ്ഞു പോകും. അടുത്തതായിട്ട് പ്രമേഹമുള്ളവരിൽ ഡ്രൈ മൗത്ത് എന്നൊരു കണ്ടീഷനുണ്ട്. അത് വരണ്ട് ഉണങ്ങിപ്പോവുക, വായിൽ ഉമിനീരിൻ്റെ അളവ് കുറയുക. ഇതിനെ ഡ്രൈ മൗത്ത് എന്ന് പറയുന്നു. ഇങ്ങനെ ഡ്രൈ മൗത്ത് അല്ലെങ്കിൽ വായിൽ ഉമിനീര് കുറയുമ്പോൾ വായിൽ ഇൻഫെക്ഷൻസ്, വായ്പുണ്ണ്, ആഫ്റ്റർ സൾസർ എന്ന് പറയും, എന്നിവ ഉണ്ടാവും. മാത്രമല്ല പല്ലുകൾക്ക് കേടുകളും സംഭവിക്കുന്നു. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ബേണിംഗ് മൗത്ത് സിൻഡ്രോം എന്ന് പറയും. വായിൽ ഇങ്ങനെ വല്ലാണ്ട് എരിയുന്നത് പോലൊരു ഫീലിംഗ്, അതാണ് ബേണിംഗ് മൗത്ത് സിൻഡ്രോം. ഇത് പ്രമേഹമുള്ളവരിൽ സാധാരണ കാണുന്നതാണ്. പിന്നെ പ്രമേഹമുള്ളവരിൽ ഈ അമിതമായ ബ്ലഡ് ഷുഗർ നമ്മുടെ നെർവ്സിനെ, ഞരമ്പുകളെ ബാധിക്കുന്നു. അത് കാരണം പാരാഗൂസിയ എന്നൊരു കണ്ടീഷനുണ്ട്. ഒരു ആൾട്ടേർഡ് ടേസ്റ്റ് സെൻസേഷൻ, നമ്മുടെ വായിലൊരു ബാഡ് ടേസ്റ്റ്, ഒരു മെറ്റാലിക് ടേസ്റ്റ് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. പിന്നീട് രക്തത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ വായിലെ മുറിവുകൾ, വായ്പുണ്ണ്, ഇൻഫെക്ഷൻസ് എന്നിവ ഉണങ്ങാൻ, ഹീൽ ചെയ്യാൻ കാലതാമസം നേരിടും. ഡിലേഡ് ഹീലിംഗ് എന്ന് പറയും. പിന്നീട് പ്രമേഹമുള്ളവരിൽ വായിലെ പൂപ്പൽ ബാധ, ഫംഗസ് ബാധ ഒരു പ്രധാന പ്രശ്നമാണ്. വായിൽ വെളുത്ത പാട പോലെ കാണാൻ പറ്റും. മെയിനായിട്ട് കാനഡ ആൽബിക്കൻസ് എന്ന് പറയുന്ന ഫംഗസ് ആണ് വായിൽ വരുന്നത്. പിന്നെ ഓറൽ ത്രഷ് എന്ന് പറയും. പിന്നെ പ്രമേഹമുള്ളവരിൽ വായിൽ കേടുകൾ സാധാരണമാണ്. കേടുകളുടെ അളവ് കൂടുതലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഉമിനീരിലെ ഹൈ ഗ്ലൂക്കോസ് ലെവല് ഉണ്ടാവുമ്പോൾ നമ്മുടെ വായിലെ പ്ലാക്കിലെ ബാക്ടീരിയ ഈ ഉമിനീരിലെ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ആസിഡാക്കി മാറ്റുന്നു. ഈ ആസിഡ് പല്ലുകളെ അറ്റാക്ക് ചെയ്യും, പല്ലുകൾക്ക് പെട്ടെന്ന് കേട് വരികയും ചെയ്യും. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.